കുളത്തൂപ്പുഴയിൽ വൻ തീപിടുത്തം. കുളത്തൂപ്പുഴ ഫെഡറൽ ബാങ്കിന് സമീപമുള്ള ബിസ്മി ഹോം അപ്ലയൻസസ് ആണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഉച്ചയ്ക്ക് 3:30-യോടെയാണ് സംഭവം നടന്നത്. ആർക്കും പരിക്കില്ല. തീ പടർന്ന് 1 മണിക്കൂറിന് ശേഷമാണ് പുനലൂരിൽ നിന്നും കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ അണച്ചത്. വലിയ തീപിടുത്തം കുളത്തൂപ്പുഴയെ അപേക്ഷിച്ച് ഇതുവരെ സംഭവിക്കാത്തൊരു വൻ തീപിടുത്തവും ആണ് ഉണ്ടായിരിക്കുന്നത്. അണയ്ക്കാനായിട്ട് ഫയർഫോഴ്സിന്റെ ആളുകൾ എത്തിയിരിക്കുന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുളത്തൂപ്പുഴയിൽ നിന്നും നേടിയ തത്സമയം ചേരുകയാണ്. മൂന്നരയോടുകൂടി കുളത്തൂപ്പുഴ ഫെഡറൽ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ബിസ്മി ഹോം അപ്ലയൻസസ് എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ പുറകുവശത്ത് തീ പടരുകയും ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന തൊഴിലാളികൾ വളരെ വേഗം ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തതാണ് ആദ്യമായി ഉണ്ടായത്. തുടർന്ന് അത് സ്വാഭാവികമായും ഹോം അപ്ലയൻസസ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഫർണിച്ചറുകൾ തുടങ്ങിയ ഇതായതുകൊണ്ട് തന്നെ വളരെ വേഗം തീ കത്തിപ്പടരുകയും ഏതാണ്ടൊരു 1.25 മണിക്കൂറോളം തീ അങ്ങനെ തന്നെ നിന്ന് കത്തിപ്പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. ബന്ധപ്പെട്ട പോലീസ് അധികാരികളും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പുനലൂരിൽ നിന്നും അതുപോലെ തന്നെ കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുനലൂരിൽ നിന്ന് 2 യൂണിറ്റും കടയ്ക്കൽ നിന്ന് 1 യൂണിറ്റും എത്തിയാണ് ആ പ്രവർത്തനം നടക്കുന്നത്. കുളത്തൂപ്പുഴ SHO ശ്രീ അനീഷിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ഇപ്പോൾ ഉണ്ട്. നിലവിൽ പുനലൂർ DYSP സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ട് വരുന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു വലിയ നഷ്ടം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് ഫെഡറൽ ബാങ്കാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അവിടേക്ക് തീ പടരുന്നതിന് ഉള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സ് നിരുത്സാഹപ്പെടുത്തുകയും അണയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് തൊട്ട് താഴെ ഈ അപ്ലയൻസസിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലുള്ള ആളുകളെയെല്ലാം കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. അവരെ സമയബന്ധിതമായി മറ്റു വീട്ടിലേക്ക് മാറ്റുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ജംഗ്ഷനിൽ ഒരു ഹോൾസെയിൽ ഫർണിച്ചർ കട ഹുസൈൻ എന്ന് പറയുന്ന ഇക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോൾസെയിൽ ഫർണിച്ചർ കടയാണ്. അതിനാണ് ഇന്ന് തീപിടിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായത്. 1.5 മണിക്കൂർ കഴിഞ്ഞ് തീപിടുത്തം ഉണ്ടായതിനു ശേഷം വളരെ വലിയ തീപിടുത്തം, കുളത്തൂപ്പുഴ കണ്ടിട്ടുള്ള ഈ പ്രദേശം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു തീപിടുത്തമാണ് ഇന്നുണ്ടായത്. പക്ഷേ തീപിടുത്തം ഉണ്ടായതിന് 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയത്. ഒന്നുകിൽ പുനലൂരിൽ നിന്ന് 32 കിലോമീറ്റർ ഇവിടെ എത്തിച്ചേരാൻ 30 മിനിറ്റ് മാക്സിമം മതി. കടയ്ക്കൽ നിന്ന് എത്തിച്ചേരാനും കഴിയും. പക്ഷേ പോലീസിന് ആ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിച്ചേരാൻ തീ അണയുന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഫയർഫോഴ്സ് യൂണിറ്റ് 3 യൂണിറ്റ് എത്തിച്ചേർന്നത്. വാലേ വന്നു. ഇത് അടിയന്തരമായ ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ്. കാരണം ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഇത് ടൂറിസം മേഖലയാണ്.
ശബരിമലയുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തര സഹായം എത്തിക്കുന്നതിന് ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യം ഒരുപാട് കാലം കൊണ്ട് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇതുവരെ അധികൃതർ അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റ് പറയുമ്പോൾ ആ യൂണിറ്റിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുക്കാനും ഇവിടുത്തെ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് അടിയന്തരമായി ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ഇതുപോലൊരു അപകടം ഉണ്ടാകാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അടിയന്തരമായി ഫയർഫോഴ്സ് യൂണിറ്റ് കുളത്തൂപ്പുഴയ്ക്ക് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതോടെ കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ വേണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമായി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.